നമ്മൾ സാധാരണ ജീവിച്ചു പോകുന്ന ജീവിത രീതികൾക്കപ്പുറം എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഉത്കണ്ഠ, ചെറിയൊരു വെപ്രാളമൊക്കെ തോന്നാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പുതിയതായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു വെപ്രാളം, പരവേശം പോലെയുള്ള ഒരു ആൻസൈറ്റി കാണാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ജനറലൈസ്ഡ് ആൻസൈറ്റി ഉള്ളവരൊക്കെ ഉണ്ട്. നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല സാഹചര്യങ്ങൾ കാരണമോ അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഹോർമോണൽ വ്യതിയാനങ്ങളൊക്കെ കാരണമൊക്കെ ഉറക്കക്കുറവ്, ദഹനത്തിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്ട്രെസ്സ്, അതുപോലെ തന്നെ വിഷാദ രോഗം, ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, പലതരം ഫിസിക്കൽ അസുഖങ്ങളുടെയും കാരണങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള മെന്റലി ഇമോഷണലി ഉള്ള പ്രോബ്ലംസ് ആവാറുണ്ട്. ഹോമിയോപ്പതിയിൽ ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാത്രമല്ല നോക്കാറ്, ആ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അയാളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പല കാരണങ്ങൾ പരിഗണിച്ചു കൊണ്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു അസുഖമായി ഒരാൾ വന്നാൽ, ഒരു മൈഗ്രെയിൻ പേഷ്യന്റ് വന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്ത് അത് ഡയഗ്നോസ് ചെയ്ത് അദ്ദേഹത്തിന്റെ മാനസികമായുള്ള അവസ്ഥകളും സ്വഭാവ സവിശേഷതകളും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മെഡിസിൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ മാറുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും അതുപോലെ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പീരിയോഡിക് ടെൻഡൻസി മാറ്റി കൊടുക്കാനും നമുക്ക് സാധിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണ്.